السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ അടുത്ത വായിക്കുന്ന ഹദീസ് وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من أفتي بغير علم كان إثمه على من أفتاه ومن أشار على أخيه بأمر يعلم أن الرشد في غيره فقد خانه. رواه أبو داود. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഉഫ്തിയ ബിഗൈരി ഇൽമിൻ, ആരെങ്കിലും ഫത്വ ചോദിക്കപ്പെടുകയാണ് അറിവില്ലാതെ, അഥവാ അവന് അറിവില്ലാത്ത ഒരാളുടെ അടുക്കൽ ഫത്വ ചോദിക്കപ്പെടുകയാണ്. കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, അതിൽ അറിവില്ലാതെ ഒരാൾ ഫത്വ നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കുറ്റം ആരുടെ മേലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഫത്വ നൽകിയത് അവന്റെ മേലെയാണ് കുറ്റമുണ്ടാവുക. അതായത് അറിവില്ലാതെ ഒരാൾക്ക് ഫത്വ നൽകപ്പെട്ടു. ഇപ്പൊ സാധാരണക്കാരായ ആളുകൾ അവർ സ്വാഭാവികമായിട്ടും അവർ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവർക്ക് സംശയമുള്ള ദീനി മസായിലുകളിൽ അവർ കാണിക്കേണ്ട അദബ് എന്താണ്? സൂറത്തുൻ നഹ്ലിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആരോട് ചോദിക്കണം? അഹ്ലുൽ ദിക്റിനോട്, അഥവാ അഹ്ലുൽ ഇൽമിനോട്, പണ്ഡിതന്മാരോട്, അറിവുള്ളവരോട് ചോദിക്കണം. അപ്പൊ ഒരാൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അറിവില്ലാത്ത ഒരു വ്യക്തി, അവനെ എന്തെങ്കിലും ദീനിന്റെ മസ്അലകളിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ അറിവുള്ളവൻ ആരാണ് എന്നുള്ളത് പരിശോധിക്കണം. അതിൽ തഖ്വയുള്ളത് ആരാണ്, അഥവാ അവന് വിശ്വാസം ഉണ്ടാവണം. അയാൾ അറിവുള്ള ആളാണ് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണെന്നും വിശ്വാസമുള്ള ഒരാളാണോ എന്ന് പരിശോധിച്ച്, അങ്ങനെയുള്ള, അല്ലെങ്കിൽ അത് മശ്ഹൂറായ ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെട്ട ആളുകൾ ഉണ്ടാകാം, അങ്ങനെയുള്ള ആളുകളോടാണ് അവൻ എന്ത് ചോദിക്കേണ്ടത്? ദീനിന്റെ മസ്അലകളിൽ ഫത്വ ചോദിക്കേണ്ടത്. അതേസമയം ഇതൊന്നും പരിഗണിക്കാത്ത, ഇതൊന്നും നോക്കാത്ത, ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്ന നിലക്ക് ചോദിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? അറിവില്ലാത്ത ജാഹിലിന്റെ അടുക്കൽ പോയി ചോദിക്കും. അറിവില്ലാത്ത ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും മസ്അലക്ക് ഫത്വ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരാൾക്ക് ഫത്വ നൽകപ്പെടുകയാണ്. അപ്പൊ ഫത്വ നൽകപ്പെട്ടത് എന്താണ്? ഒരു ജാഹിലാണ് ഫത്വ നൽകിയിട്ടുള്ളത്, അറിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഫത്വ നൽകപ്പെട്ടാൽ ഫത്വ ചോദിച്ചവന്റെ മേലെയാണോ കുറ്റം, അതല്ല പറഞ്ഞവന്റെ മേലെയാണോ കുറ്റം? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാന ഇസ്മുഹു അലാ മൻ അഫ്താഹു, ആരാണോ ഫത്വ നൽകിയത് അവന്റെ മേലാണ് കുറ്റമുള്ളത്. ഒരിക്കലും അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ മേലെ നാം എന്തു പറയാൻ പാടില്ല? അതിന്റെ മേലെ ഇത് ഇന്നതാണ്, അല്ലെങ്കിൽ ദീനീ വിഷയങ്ങളിൽ ഇത് ഇന്നതാണ്, ഇത് അങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അതിന് പല പണ്ഡിതന്മാരുടെയും മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് റഹിമഹുള്ളയുടെ അറിയപ്പെട്ട ഒരു ചരിത്ര സംഭവം കാണാം. വളരെ വിദൂരത്ത് നിന്ന് ഒരുപാട് കാലത്തെ യാത്രയ്ക്ക് ശേഷം, ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇമാം മാലിക്കിന്റെ അടുക്കൽ മദീനയിലേക്ക് ഒരു വ്യക്തി വന്ന് 40ഓളം ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടാണ് വരുന്നത്. അഥവാ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ചോദിക്കാൻ വേണ്ടി 40ഓളം ചോദ്യങ്ങൾ, ദീനിന്റെ മസ്അലകൾ എഴുതി വെച്ചുകൊണ്ടാണ്, അത് ചോദിക്കാനാണ് ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് വരുന്നത്. അങ്ങനെ ഇമാം മാലിക്കിന്റെ അടുക്കൽ ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 4 ചോദ്യങ്ങൾക്ക് ഇമാം മാലിക് എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. ബാക്കി 36 ചോദ്യങ്ങൾക്കും ഇമാം മാലിക് മറുപടി പറഞ്ഞ എന്താണ്? ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇമാം മാലിക് മറുപടി പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ജിഅ്തുക മിൻ ബഈദിൻ അസ്അലുക വതഖൂലു ലാ അദ്രി, ഞാൻ ഈ വിദൂരത്ത് നിന്ന് വന്ന് നിങ്ങളോട് ഈ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്കറിയില്ല എന്നാണോ പറയുന്നത്? ഞാൻ നിങ്ങളോട് ഉത്തരം ചോദിക്കാൻ അത്ര കഷ്ടപ്പെട്ട് വന്നത്. ഫഖാല, അപ്പോ ഇമാം മാലിക് പറഞ്ഞു, ഇർകബ് റാഹിലതക്, നീ നിന്റെ വാഹനത്തിൽ കയറിപ്പോയിക്കോ. വദ്ഹബ് ഇലൽ ബലദിൽ ലദീ ജിഅ്ത മിൻഹു, എവിടെ നിന്നാണോ നീ വന്നത് ആ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. വഖുൽ, എന്നിട്ട് പറയുക, സഅൽതു മാലികൻ, ഞാൻ മാലിക്കിനോട് ചോദിച്ചു. ഫഖാല ലാ അദ്രി, മാലിക് പറഞ്ഞു എനിക്കറിയില്ല എന്ന്. അഥവാ നാട്ടുകാരുടെ പല മസലകളും എഴുതിക്കൊണ്ട് അതിനുത്തരം കണ്ടെത്തുകയാണ് എങ്ങോട്ട് വന്നത്?
ഇമാം മാലിക്കിന്റെ അടുക്കിലേക്ക് വന്നത്. അപ്പൊ ഇമാം മാലിക് ഒരിക്കലും ലാ അദ്രി, ഇമാമു ദാറുൽ ഹിജ്റ ആണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. മദ്ഹബിന്റെ ഇമാമങ്ങളിൽ ഏറ്റവും ഒന്നാമനായി എണ്ണാവുന്ന ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ആര്? ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. അങ്ങനെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹം ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയാൻ അദ്ദേഹം എന്ത് കാണിച്ചിട്ടില്ല? ഒരു മടിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അറിവില്ലാത്ത വിഷയത്തിൽ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫത്വ നൽകാൻ പാടില്ല. ഇന്ന് പലപ്പോഴും അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഓൺലൈൻ മുഫ്തിമാരുള്ള, അല്ലെങ്കിൽ ഒരു യോഗ്യതയുമില്ലാത്ത, ഫത്വ നൽകാൻ ഒരു യോഗ്യതയുമില്ലാത്ത, ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാത്ത ആളുകൾ സാധാരണക്കാരായ മറ്റുള്ള ജനങ്ങളോട് അവരോട് ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് അങ്ങനെയാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു കാലത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഒരു ആലിം ലാ അദ്രി എന്നുള്ള വാക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ പിന്നെ നശിക്കുന്നതാണ് എന്ന്. അഥവാ അറിയില്ല എന്ന് പറയാൻ മടിയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ നിലക്ക് അവന് അപകടം പറ്റുന്നതാണ് എന്ന് പറഞ്ഞ ധാരാളം അസറുകൾ ഈ വിഷയത്തിൽ കാണാം. എന്നാൽ ഈ ദീനീ വിഷയങ്ങളിൽ മാത്രമാണോ ഇത് ബാധകം? അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ അശാറ അലാ അഖീഹി ബിഅംരിൻ, ഒരാൾ തന്റെ സഹോദരനുമായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൂടി ആലോചിക്കുകയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഒരു കാര്യം നമ്മുടെ സഹോദരനുമായി കൂടി ആലോചിക്കാം, ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ്, എന്താണ് എന്റെ അഭിപ്രായം, അങ്ങനെയൊക്കെ പലരും ചോദിക്കാം. അങ്ങനെയെല്ലാം ചോദിക്കുന്ന സമയത്ത് യഅലമു അന്ന റുശ്ദ ഫീ ഗൈരിഹി, അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, അയാൾ എന്തെങ്കിലും അഭിപ്രായം പറയാണ്. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കറിയാം ഇതല്ല ശരിയായത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ വന്നിട്ട് ഒരാൾ വഴി ചോദിക്കുകയാണ്, രണ്ട് വഴിയുണ്ട്, ഇതിൽ ഏതിലൂടെയാണ് ഇന്ന സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ഇയാൾക്കറിയാമെന്ത്, ഇത് വലതുഭാഗത്തേക്കുള്ള വഴിയാണ് ഇയാൾക്ക് പോകേണ്ടത്. അത് അറിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഇടതുഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞാണ്. ഏത് മേഖലയാവട്ടെ, ഏത് വിഷയമാവട്ടെ, അവനറിയാം നല്ലത് ഇതാണ്, എന്നിട്ട് ആ നല്ലതല്ലാത്ത ഓപ്പോസിറ്റ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഫഖദ് ഖാനഹു, അവൻ ആ മറ്റേയാളെ ചതിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ദീനി വിഷയത്തിൽ പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാത്ത ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ പോലും ഏതെങ്കിലും ഒരു സംസാരമോ ചർച്ചയോ നടക്കുമ്പോൾ ഏറ്റവും ശരിയായതിലേക്കാണ് വഴി കാണിച്ചു കൊടുക്കേണ്ടത്. ശരിയാണെന്ന് അറിഞ്ഞിട്ടും തെറ്റിലേക്ക് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ അവന് ദോഷം വരുത്തുന്നതിലേക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അടുത്ത ഹദീസ്, വൻ മുആവിയ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഉഗ്ലൂതാത്ത്, റവാഹു അബൂ ദാവൂദ് ഐവൻ. അബൂ ദാവൂദ് ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു, നഹാ അനിൽ ഉഗ്ലൂതാത്ത്, ഉഗ്ലൂതാത്തുകൾ വിരോധിച്ചു. ഉഗ്ലൂതാത്ത് എന്ന് പറഞ്ഞാൽ ഉഗ്ലൂതത്ത് എന്നുള്ള വാക്കിന്റെ ജംആണ്. ഉഗ്ലൂതത്ത് എന്ന് പറഞ്ഞാൽ ഗലത്തുൽ ഉലമാ, ഉലമാക്കൾക്ക് സംഭവിക്കുന്ന അബദ്ധം, ഉലമാക്കൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ, അതിനാണ് ഉഗ്ലൂത്ത എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ അറിവുള്ള ആളുകൾക്ക് തെറ്റ് പറ്റണം, അല്ലെങ്കിൽ അവർക്ക് അബദ്ധം സംഭവിക്കണം എന്ന നിലയ്ക്ക് തന്നെ ചില മസ്അലകൾ തിരിച്ചും മറിച്ചുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലെല്ലാം പണ്ഡിതന്മാരോട് ചോദിക്കുന്ന ആളുകളുണ്ട്, അതിനായി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അബദ്ധമുണ്ടാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഈ ഉഗ്ലൂത്തത്ത് അല്ലെങ്കിൽ അൽ ഉഗ്ലൂത്താത്ത് എന്നീ പദം ഉപയോഗിക്കുന്നത്. അപ്പോ ഇപ്പോ ഉസൂൽ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ ഫസ്ല് കാണാൻ സാധിക്കും, ആദാബുൽ മുസ്തഫ്തി വൽ മുഫ്തി. ഫത്വ ചോദിക്കുന്നവന്റെ അദബുണ്ട്, ഫത്വ പറയുന്നവനും അദബുണ്ട്. ഫത്വ പറയുന്നവന് മാത്രമല്ല, ഫത്വ ചോദിക്കുന്നവന് എന്തുണ്ട്? ചില അദബുകളുണ്ട്. ആ അദബുകൾ പാലിച്ചേ ചോദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, ഇങ്ങനെ പണ്ഡിതൻ എത്ര അറിവുള്ള ആളാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ചില മസ്അലകളിൽ എന്ത് സംഭവിക്കാം? അബദ്ധം സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ അബദ്ധം സംഭവിക്കാം. അങ്ങനെ അബദ്ധം സംഭവിക്കണം അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ ചില ആളുകൾ ചില അറിവുള്ളവരുടെ പിന്നാലെ ചില മസ്അലകളും ചോദ്യങ്ങളുമായിട്ടൊക്കെ വരുന്നത് കാണാം. അങ്ങനെ ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ചില സലഫുകളിൽ ചില സംഭവം കാണാം, ചില ആളുകൾ ചില മസ്അല ചോദിക്കും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ എന്താണെന്ന് ചോദിക്കും. അപ്പൊ പണ്ഡിതന്മാർ തിരിച്ചു ചോദിക്കും, ഇങ്ങനെ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ചോദിച്ചാൽ മതി എന്ന് പറയും. അതായത് ഒരു കാര്യം ഇല്ലാത്തൊരു കാര്യത്തിന്റെ മേലെ എന്തില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾ അതിനായി നടക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. അടുത്ത ഹദീസ്, ഫളുൽ ഇൽമിന്റെ ഫളുൽ തലബുൽ ഇൽമ് തേടുന്നതിന്റെ മഹത്വത്തെ അറിയിക്കുന്ന വളരെ ശ്രേഷ്ഠമായ അറിയപ്പെട്ട ഒരു ഹദീസാണ്.
وعن كثير بن قيس رحمه الله قال كنت جالسا مع أبي الدرداء في مسجد دمشق فجاء رجل. കസീർ ഇബ്നു ഖൈസ് താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അബൂദർദാ റളിയല്ലാഹുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു ദമസ്കസിലെ മസ്ജിദിൽ. അബൂദർദാ റളിയല്ലാഹുവിന്റെ ചരിത്രം വളരെ മഹത്തരമായിട്ടുള്ള ചരിത്രമാണ്. അദ്ദേഹം മദീനയിലെ വലിയ കച്ചവടക്കാരനായിരുന്നു. ആ കച്ചവടക്കാരനായി ജീവിക്കുന്ന കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയും അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഇബാദത്തുകളും അദ്ദേഹത്തിന്റെ കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചില ആളുകൾക്ക് സാധിക്കില്ല, ചില ആളുകൾക്ക് സാധിക്കും. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ അദ്ദേഹം ഇൽമ് നേടാൻ വേണ്ടി പൂർണ്ണമായി സമയം ചെലവഴിക്കുകയും ഇൽമ് നേടാൻ വേണ്ടി ഹദീസ് പഠിക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ രാവും പകലും പഠിച്ചിരുന്ന സ്വഹാബിയാണ് ആര്? അബൂദർദാ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അബൂദർദാ റളിയല്ലാഹു അൻഹു ദമസ്കസിലേക്ക് താമസം മാറുകയും അവിടെ മസ്ജിദിൽ വെച്ച് ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയും ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയും എല്ലാമാണ് ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു അബൂദർദായുടെ ജീവിതം. അപ്പോൾ ഒരു ദിവസം അബൂദർദാ റളിയല്ലാഹു അൻഹു ദമസ്കസിൽ മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ഫഖാല, ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, യാ അബൂദർദാ, അബൂദർദാ, ഇന്നി ജിഅ്തുക മിൻ മദീനത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. മദീനയുടെ ആദ്യത്തെ പേരെന്താണ്? യസ്രിബ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് വന്നതിന് ശേഷം മദീനത്തുർ റസൂലായി, അത് മദീന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ മദീനയിൽ നിന്ന് ആ വ്യക്തി എങ്ങോട്ട് വന്നിരിക്കുകയാണ്? ദമസ്കസിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലി ഹദീസിൻ, ഞാനൊരു ഹദീസിന് വേണ്ടിയിട്ടാണ് വന്നത്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ നിന്ന് ദമസ്കസ് വരെ ഈ വ്യക്തി യാത്ര ചെയ്തു പോയിട്ടുള്ളത് ഒരു ഹദീസിന് വേണ്ടിയിട്ടാണ്. ബലഗനി അൻക അന്നക തുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ എന്നോട് ആരൊക്കെയോ പറയുകയുണ്ടായി, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടു. അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. അഥവാ താബീങ്ങളുടെയും താബീങ്ങളുടെയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഹദീസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വിലപിടിപ്പുള്ള സ്വർണവും പവിഴവും അല്ലെങ്കിൽ വിലപിടിച്ച എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നത് പോലെയായിരുന്നു അന്ന് കാലത്ത്. ഒരു ഹദീസിന്റെ സനദിൽ ആലിയായ സനദ് എന്ന് പറയും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഏറ്റവും ചേർന്ന നിലക്ക് ഹദീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് താബീങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. അതായത് ഹദീസിന്റെ സനദുകൾ രണ്ടു തരത്തിൽ പറയും. ആലിയായ സനദും ഉണ്ടാവും, നാസിലായ സനദും ഉണ്ടാവും. ആലിയായ സനദ് എന്ന് പറഞ്ഞാൽ ഒരു താബിഈ, ആ താബിഈക്ക് തൊട്ടുമേലെയുള്ള സഹാബിയിൽ നിന്ന് ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് കിട്ടി. അങ്ങനെ വന്നാൽ ആ സനദ് എന്താണ്? മൂന്നാളേ ഉള്ളൂ. അല്ലെങ്കിൽ ആ താബിഈ കഴിഞ്ഞാൽ ഒരു സഹാബി മാത്രമേ ഇടയിലുള്ളൂ. ചിലപ്പോ ഇതേ ഹദീസ് തന്നെ ഈ സഹാബിയിൽ നിന്ന് വേറൊരാൾ കേട്ട്, വേറൊരു താബിഈ കേട്ട്, വേറൊരു താബിഈ കേട്ട്, വേറൊരു താബിഈ കേട്ട്, 4-5 ആളുകൾ ഇടയിലൂടെ എന്ത് കേൾക്കാം? ഈ ഹദീസ് ഈ വ്യക്തിക്ക് കേൾക്കാം. ഞാനൊരു ഹദീസ് കേൾക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 4 ആള് കേട്ടിട്ട് ഹദീസ് കേൾക്കാം, അല്ലെങ്കിൽ 2 ആൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേൾക്കാം. അപ്പൊ ഈ കുറഞ്ഞ ഹദീസിനെ എന്ത് പറയുന്നത്? ആലിയായ സനദുള്ള ഹദീസ് എന്ന് പറഞ്ഞു, അൽ ഹദീസുൽ ആലി എന്ന് പറയും. ഈ ഹദീസുകൾക്ക് എന്ത് പറയും? നാസിലായ ഹദീസുകൾ എന്ന് പറയും. ആലിയായ ഹദീസിന് വളരെയധികം വില കൊടുത്തിരുന്നു മുഹദ്ദിസീങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പൊ ആ ഹദീസുകൾ അങ്ങനെ കിട്ടാൻ വേണ്ടി തന്നെ അവർ ധാരാളം യാത്രകൾ പോകുമായിരുന്നു. അപ്പൊ ഒരു ഹദീസിന് വേണ്ടി മാത്രം ഈ വ്യക്തി മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് എത്തുകയാണ്. പറഞ്ഞു, നിങ്ങളൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് കേട്ടു, അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. മാ ജിഅ്തുക ലിഹാജത്തിൻ, വേറൊരു ആവശ്യമില്ല നിങ്ങൾ ഇത് വന്നത്. ഞാൻ ഇവിടെ വരാൻ എനിക്കിവിടെ കച്ചവടോ കുടുംബക്കാരോ വേറെ ഒരു ആവശ്യമില്ല. ദമസ്കസിൽ ഈ ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഖാല, എന്നിട്ട് പറഞ്ഞു, ഫഇന്നി, അപ്പോ ഇത് കേട്ടപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വ്യക്തി എത്ര ത്യാഗം സഹിച്ചിട്ടാണോ ഒരു ഹദീസിന് വേണ്ടി, ഒരു ഇൽമ് നേടാൻ വേണ്ടി വന്നത്, എത്ര യാത്ര ചെയ്തിട്ടാണോ വന്നത്, അദ്ദേഹത്തിന് യോജിച്ചൊരു ഹദീസ് തന്നെ അബൂദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു കൊടുത്തു. എന്താണ് ഹദീസ്? മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ, ആരെങ്കിലും ഇൽമ് തേടിക്കൊണ്ട് ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ സലഖല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല ഒരുക്കി കൊടുക്കും. അതായത് ഇൽമാണ് സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇൽമ് അമലിനെ നിർബന്ധമാക്കുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അറിവില്ലാതെ ഒരാൾക്ക് ഒരിക്കലും എന്ത് ലഭിക്കില്ല? സ്വർഗം ലഭിക്കില്ല. കാരണം ഒരാൾക്കൊരു അറിവ് ലഭിക്കുമ്പോൾ സ്വർഗമാണ് അവന് എളുപ്പമാവുക. ഉദാഹരണത്തിന് അറിവുള്ള ആളുകൾ അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകൾ 10
10 ദിവസം അല്ലെങ്കിൽ ഒരുപാട് നേരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ട് നേടുന്ന പ്രതിഫലങ്ങൾ അറിവുള്ള ആളുകൾക്ക് കുറഞ്ഞ കർമ്മങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെയും സംഭവം. ജുവൈരിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് അലൈഹിസ്സലാം അദ്കാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ദുഹാ സമയത്ത് തിരിച്ചു വന്നപ്പോഴും അതേ ഇരുത്തത്തിൽ അദ്കാറുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെ ഇതേ ഇരുത്തമാണോ, ഇതേ ദിക്റുകളാണോ? അപ്പൊ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാൾ ഞാൻ 3 ദിക്റുകൾ 3 വാക്കുകൾ 3 തവണ ചൊല്ലിയിട്ടുണ്ട്. ആ 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നീ ഇത്ര നേരം ചൊല്ലിയതിന് പകരമാകുന്നതാണ്, അല്ലെങ്കിൽ അത്രയും പ്രതിഫലം അതിനേക്കാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി എന്നുള്ള ആ ദിക്ർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, അറിവുള്ളവർ കുറഞ്ഞ കർമ്മം കൊണ്ട് എന്ത് ചെയ്യും, വലിയ പ്രതിഫലം നേടിയെടുക്കും. ബാക്കിയുള്ള ആളുകൾ കുറെ കർമ്മം കൊണ്ട് ആ പ്രതിഫലം നേടിയെടുക്കുന്നതിനേക്കാൾ. അപ്പൊ ഇൽമ് എന്നുള്ളത് സ്വർഗം നമുക്ക് എളുപ്പമാക്കുന്നതും സ്വർഗത്തിലെ ദറജകൾ കൂട്ടിത്തരുന്നതുമാണ്. ധാരാളം ഉദാഹരണങ്ങൾ ഈ ഒരു ഭാഗത്തിന് ഉലമാക്കൾ പറയാറുണ്ട് ഏതൊക്കെ തരത്തിൽ ലഭിക്കുമെന്നുള്ളത്. വൈന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽം, മലക്കുകൾ അല്ലാഹുവിന്റെ മഹത്തായിട്ടുള്ള സൃഷ്ടികൾ താലിബുൽ ഇൽമിനെ അറിവ് നേടുന്നവനോടുള്ള തൃപ്തി കാരണത്താൽ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. വൈന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, തീർച്ചയായിട്ടും ഒരു പണ്ഡിതൻ അവന് വേണ്ടി ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും ഇസ്തിഗ്ഫാർ തേടും. അഥവാ ധാരാളം സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുള്ള സൃഷ്ടികൾ ധാരാളമുണ്ട്. അവയെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൽമു നേടുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യും. ആര്? മൃഗങ്ങൾ, പക്ഷികൾ, കല്ല്, മണ്ണ്, മരം എല്ലാം ആ ഇൽമു നേടുന്നതിനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടും. വൽ ഹീതാനു ഫീ ജൗഫിൽ മാ, കടലിനടിയിലുള്ള ഒരു മത്സ്യം പോലും അവനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കും. വൈന്ന ഫദ്ലൽ ആലിമി അലൽ ആബിദ്, ഒരു ആബിദിനേക്കാൾ ഇൽമില്ലാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളേക്കാൾ ഇൽമുള്ളവന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ കഫദ്ലിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്, മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ ചന്ദ്രൻ എത്രത്തോളം ഫദ്ലുണ്ടോ അതുപോലെയായിരിക്കും. വൈന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, തീർച്ചയായിട്ടും പണ്ഡിതന്മാർ എന്നുള്ളത് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കൾ വിട്ടേച്ചിട്ടുള്ള അനന്തര സ്വത്ത് എന്താണ്? വൈന്നൽ അംബിയാ അലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കൾ ദീനാറോ ദിർഹമോ വിട്ടേച്ചു പോയിട്ടില്ല. അംബിയാക്കളുടെ സ്വത്ത് അനന്തരം എടുക്കുകയില്ല, മക്കൾ പോലും അനന്തരം എടുക്കൂല. വൈന്നമാ വറസു അൽ ഇൽമ, അവർ വിട്ടേച്ചു പോയത് എന്താണ്? ഇൽമാണ്, അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആരാണോ അത് നേടുന്നത് അവൻ വലിയ നേട്ടമാണ് നേടിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ് ഒരു ഇൽമു നമ്മൾ നേടുമ്പോൾ. ഒരു ചെറിയ വാക്കായിക്കോട്ടെ, ചെറിയ ഹദീസ് ആയിക്കോട്ടെ, ചെറിയൊരു ആയത്തായിക്കോട്ടെ, അതിന്റെ തഫ്സീർ ആയിക്കോട്ടെ, ദീനിയായിട്ടുള്ള ഇൽമു നേടുക എന്നുള്ളത് അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് എടുക്കുന്നത് പോലെയാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിൽ ചെന്ന് ആളുകളോട് വിളിച്ചു പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞിട്ട് അതാ മസ്ജിദിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കച്ചവട തിരക്കിൽ മുഴുകിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ആളുകൾ അത് കേട്ടപ്പോൾ വേഗം മസ്ജിദിലേക്ക് ഓടി. അബൂ ഹുറൈറ അവിടെ തന്നെ നിന്നു. മസ്ജിദിലേക്ക് പോയ ആളുകൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ അവിടെ ഒന്നും വീതം വെച്ച് കൊടുക്കുന്നില്ലല്ലോ, അനന്തര സ്വത്തൊന്നും വീതം വെക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഒന്നും അവിടെ കണ്ടില്ലേ? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. കുറച്ച് ആളുകൾ അവിടെ ഒരു ഭാഗത്തിരുന്ന് ഖുർആൻ പഠിക്കുന്നുണ്ട്, കുറച്ച് ആളുകൾ അവിടെ ഹലാലും ഹറാമും ചർച്ച ചെയ്യുന്നുണ്ട്, കുറച്ച് ആളുകൾ ഹദീസുകൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ ഹദീസുകളൊക്കെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഹദീസുകളാണ്. കാരണം നാളെ പരലോകത്ത് സ്വത്തും സമ്പത്തും ഒന്നും ഉപകരിക്കാത്ത, കുടുംബമോ സന്താനങ്ങളോ ഉപകരിക്കാത്ത സമയത്ത് അമ്പിയാക്കളുടെ അനന്തരാവകാശം ഏറ്റെടുത്ത ആളുകൾ അവർക്കുള്ള സ്ഥാനം എത്രയായിരിക്കും? ദുനിയാവിലെ നമ്മൾ വിട്ടേച്ചു പോയ സ്വത്ത് അതിനുശേഷമുള്ള അനന്തരാവകാശികൾ എടുത്തു തീരും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടാകില്ല, അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ഉണ്ടാകില്ല, നമ്മൾ ഒറ്റക്കായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അനന്തര സ്വത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ എത്ര മഹത്തരമായിരിക്കും. അന്ന് നാം കേട്ടിട്ടുള്ള ഒരു ഇൽമ് ഏറ്റവും നമുക്ക് വിലപിടിച്ച കാര്യമായി മാറിത്തീരുന്നതാണ്. അടുത്ത ഹദീസ് وعن أبي هريرة رضي الله عنه مرفوعا الكلمة الحكمة ضالة المؤمن فحيث وجدها فهو أحق بها رواه الترمذي.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂആയി കൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൽ കലിമത്തുൽ ഹിക്മത്തു, ഹിക്മത്ത് നിറഞ്ഞ കലിമത്ത്, വാക്ക്. ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൽമിനേക്കാൾ ആഴത്തിലുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഇൽമിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു വാക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഹിക്മത്തിന് കൊടുത്ത തഅരീഫ് എന്താണെന്ന് പറഞ്ഞാൽ വളഉ ശൈ ഫീ മൗദിഇഹി, ഒരു കാര്യം അതിന്റേതായ സ്ഥാനത്ത് വെക്കുക എന്നാണ്. അഥവാ ഇൽമുള്ളവനേക്കാൾ ആഴത്തിൽ അവഗാഹമുള്ളവനായിരിക്കും ആര്? ഹിക്മത്തുള്ളവൻ എന്നുള്ളത്. അതായത് ഒരു കാര്യം അറിവുണ്ടായിരിക്കാം, ഉലമാക്കൾക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷെ ഉലമാക്കൾ എന്ന് പറഞ്ഞത് അറിവുള്ള ആളുകൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ അത് എപ്പോഴെങ്ങനെ പറയണം, എപ്പോഴതെങ്ങനെ ഉപയോഗിക്കണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ അറിവുള്ള ആളുകൾക്കാണ് ഹിക്മത്തുള്ളവർ എന്ന് പറയുന്നത്. ഇവിടെ പൊതുവായ ഉദ്ദേശം ഫിഖ്ഹ് ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹ്, അവഗാഹം എന്നുള്ളത്. അങ്ങനെയുള്ള ദീനിന്റെ അറിവിന്റെ വാക്കുകൾ എന്നുള്ളത് വാല്ലത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കളഞ്ഞുപോയ വസ്തുവാണ്. വാല്ലത്തുൽ മുഅ്മിൻ എന്ന് പൊതുവെ പറയാറുള്ള വാല്ലത്ത് എന്നുള്ളത് കളഞ്ഞുപോയ സമ്പത്തിനാണ്, പണത്തിനാണ് വാല്ലത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോ അൽമാലു ദ്വാഇ, കളഞ്ഞുപോയ സ്വത്ത് പോലെയാണ് ഒരു മുഅ്മിനിന് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിക്മത്തുള്ള വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫഹൈസു വജദഹ, അവൻ എവിടെ അത് കണ്ടെത്തിയാലും ഫഹുവ ഹഖ്ഖു ബിഹാ, അവനാണ് അതിന് ഏറ്റവും അവകാശി. അതായത് ഇപ്പൊ നമ്മളെ പണം അത് കളഞ്ഞുപോയി വിചാരിക്കാം, അതിന്റെ തെളിവുകളൊക്കെ നമുക്കുണ്ട്, നമുക്ക് ഇന്നതാണ് എന്റെ പണം, അല്ലെങ്കിൽ കറൻസി നമ്പർ തന്നെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പേഴ്സ് പോയി, അതിന്റെ പേഴ്സിന്റെ അടയാളം നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മനസ്സിൽ വിചാരിക്കാം, അത് കളഞ്ഞുപോയി. അത് എവിടെ പോയി? നമ്മൾ ഒരു സ്ഥലത്ത് കളഞ്ഞു പോയിട്ട് ആരോ അത് എടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അവിടെ പോയിട്ട് അത് കളഞ്ഞ വസ്തുവായിട്ട് അവിടെ ഉണ്ട് എങ്കിലും അതിന്റെ അവകാശി ആരാണ്? അതിന്റെ ഉടമസ്ഥനായ ആളാണ്. അവന് പറയാൻ സാധിക്കും ഇത് ഇന്നതാണ്, ഇതിന്റേതാണ് എന്ന നിലക്ക് പറയാൻ പറ്റും. അതുപോലെ ഇൽമ്, ദീനിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അവന്റെ കളഞ്ഞുപോയ അവന്റെ സമ്പത്ത് പോലെ ഒരു കാര്യമാണ്. എവിടെ അത് കിട്ടിയാലും അവനാണ് അതിന് ഏറ്റവും അവകാശിയായിട്ടുള്ളവൻ, അവനാണത് ഏറ്റെടുക്കാൻ ഏറ്റവും അർഹതയുള്ളവൻ അവനാണ് എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം ഈ ഒരു ആശയത്തെ അറിയിക്കുന്നത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, നിഅമൽ ഉമ്മതുക ലൗലാ അന്നഹും യഅദിലൂൻ, നിങ്ങൾ എന്ത് നല്ല ഉമ്മത്താണ്, അല്ലെങ്കിൽ എന്ത് നല്ല സമൂഹമായിരിക്കും നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാതിരുന്നെങ്കിൽ. വേറെ റിവായത്തിൽ നിഅമൽ ഉമ്മതുക ലൗലാ അന്നഹും യുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമായിരുന്നു എന്ന് ഒരു ജൂതൻ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോ ചോദിച്ചു, മാ യഖൂലൂൻ, എന്താണ് പറയുന്നത്, എന്താണ് പങ്കു ചേർക്കുന്നത്, എന്താണ് കൈഫ യഅദിലൂൻ, എന്താണ് ഞങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നത്? അപ്പൊ ആ ജൂതൻ പറഞ്ഞു, യഖൂലൂൻ മാഷാ അല്ലാഹ് വശിഅത, നിങ്ങൾ പറയുന്നു അള്ളാഹുവും നീയും ഉദ്ദേശിച്ചാൽ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നുണ്ട്. വേറെ റിവായത്തിൽ കാണാം, ആ ജൂതൻ പറഞ്ഞു, ബിഹഖി ഫുലാനിൻ വ ഹയാതി ഫുലാനിൻ, ഇന്നാലിന്ന ആളുടെ ജീവിതം കൊണ്ട്, ഇന്നാലിന്ന ആളുടെ ഹക്ക് കൊണ്ട് എന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അഥവാ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾ ജാഹിലിയ കാലത്തിൽ ഉണ്ടായിരുന്ന അതേ സമ്പ്രദായമായിരുന്നു ഇത്. ഏതെങ്കിലും ആളുകളുടെ ഹക്ക് കൊണ്ട് സത്യം ചെയ്ത് പറയുക, അല്ലെങ്കിൽ മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്ന് ഒപ്പം പറയുക, ഒരേപോലെ പറയുക. അപ്പൊ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു, ഇന്നഹു ലയഖൂലു ഖൗലൻ ഖൂലു മാഷാ അല്ലാഹ് സുമ്മ ശിഅത, നിങ്ങൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇനി അത് പറയരുത്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? മാഷാ അല്ലാഹ് സുമ്മ ശിഅത എന്ന് പറഞ്ഞാൽ മതി. വാവും സുമ്മയും അറബി ഭാഷയിൽ അർത്ഥമുണ്ട്. വാവ് പറഞ്ഞാൽ അത്തഫ് ഒരുപോലെ വരും, അഥവാ ഒരേ സ്ഥാനത്താണ് വരിക. മാഷാ അല്ലാഹ് വശിഅത എന്ന് പറഞ്ഞാൽ നീയും അള്ളാഹും ഒപ്പം ഉദ്ദേശിച്ച എന്നുള്ള അർത്ഥത്തിലാണ്. മാഷാ അല്ലാഹ് സുമ്മ ശിഅത എന്ന് പറഞ്ഞാലോ അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ നീയും ഉദ്ദേശിച്ചാൽ ശേഷമേ വരികയുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യം ചെയ്ത് പറയുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഹാലിഫൻ ഫലാ യഹ്ലിഫ് ഇല്ലാ ബില്ലാഹ്, ആരെങ്കിലും സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അവൻ എന്ത് ചെയ്യരുത്? സത്യം ചെയ്ത് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ആ കാര്യം പറഞ്ഞത് ആരാണ്? ഒരു ജൂതൻ വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു തെറ്റ്
ഉമ്മത്തിൽ ചില ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഹക്കിനെ സ്വീകരിച്ചുകൊണ്ട് അത് തിരുത്താൻ തയ്യാറായി. അതുപോലെയാണ് ഒരു മുഅ്മിൻ. അവൻ എന്താണോ ഹക്ക് അതാണ് അവൻ അന്വേഷിക്കുക. ഹക്ക് എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഇൽമ എവിടെയാണോ ഉള്ളത്, അത് സത്യമായിട്ടുള്ള ഇൽമാണ് എങ്കിൽ അതിന് ഏറ്റവും അവകാശി ആരാണ്? അവനാണ്. അതിന് ഏറ്റവും അവകാശി ആരാണ്? ഒരു മുഅ്മിനാണ്. അതുകൊണ്ട് തന്നെ ഇൽമ നേടാൻ അതീവ താല്പര്യവും അത് നമ്മുടെ കളഞ്ഞുപോയൊരു സമ്പത്തിനേക്കാൾ മൂല്യമുള്ള ഒരു കാര്യമായിട്ട് ചെറിയതാണെങ്കിലും ഇൽമിന് നാം വില കൊടുക്കേണ്ടതുണ്ട്. وعن علي رضي الله عنه قال علي بن أبي طالب رضي الله عنه ഒരു വാക്കാണ്, إن الفقيه حق الفقيه ഇന്നൽ ഫഖീഹ ഹഖൽ ഫഖീഹ്, യഥാർത്ഥ ഫഖീഹ് എന്ന് പറഞ്ഞാൽ അഥവാ ഇൽമുള്ള ദീനിൽ അവഗാഹമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ മൻ ലം യുഖന്നിതിന്നാസ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ജനങ്ങളെ നിരാശപ്പെടുത്താത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് ജനങ്ങളെ നിരാശപ്പെടുത്താത്തവനാണ് യഥാർത്ഥ ഫഖീഹ് എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ, ചില വാഇലിങ്ങൾ അവർ നരകവും പരലോകവും അത് മാത്രം അറിയുള്ളൂ. മരണം, ഖബർ, പരലോകം, ശിക്ഷ, നരകം ഇതല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ജനങ്ങളെ ഭയപ്പെടുത്തുക മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ ആളുകളെ പറയുന്നത് കാണാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നവനല്ല യഥാർത്ഥ ഫഖീഹ്. യഥാർത്ഥ ഫഖീഹ് എന്ത് ചെയ്യില്ല? ജനങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുത്തുകയില്ല. വലം യുറഖിസ് ലഹും ഫീ മആസില്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവർക്കൊരു ഇളവും വകവെച്ചു കൊടുക്കുകയില്ല. ചില ആളുകൾ കാണാം, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയമായിരിക്കും, ഇന്നൊരു കാര്യം അത് പലിശ ആവോ ഇല്ലേ, അല്ല ചെയ്തോ, അല്ലെങ്കിൽ ആ നിലക്കൊക്കെ അതങ്ങനെയല്ലേ, കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും? എല്ലാത്തിലും റുഖ്സ, ഒരു ഇളവ് കാണിച്ചു കൊടുക്കുന്ന ആളെന്തല്ല? യഥാർത്ഥ ഫഖീഹ് അല്ല. ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അവനൊരു ഇളവ് കൊടുക്കുകയില്ല. വലം യുഅമ്മിൻഹും മിൻ അദാബില്ലാഹ്, അതുപോലെ അതേസമയം തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകുകയില്ല. അഥവാ നീ പേടിക്കണ്ട, അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല, അള്ളാഹ് എപ്പോഴും എന്തും പൊറുക്കുന്നവനാണ്, നീ എന്ത് ചെയ്താലും അള്ളാഹു പൊറുത്തേരും. മുർജിയാക്കളെ പോലെ നിനക്ക് ഈമാൻ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണെങ്കിലോ നീ ഇനി കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും ഒരാളെ കൊന്നാൽ തന്നെയും നിന്റെ ഈമാൻ പോകുന്നില്ല, നിനക്ക് എപ്പോഴും ഈമാൻ ഉണ്ടാകും എന്ന നിലക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകുന്ന ആളല്ല യഥാർത്ഥ ഫഖീഹ്. അതുപോലെ തന്നെ വലം യദഅൽ ഖുർആന റഗ്ബതൻ അൻഹു ഇലാ ഗൈരിഹി, യഥാർത്ഥ ഫഖീഹ് ഖുർആനിനെ ഒഴിവാക്കുകയില്ല അതിനേക്കാൾ താല്പര്യമുള്ള മറ്റൊന്നിനു വേണ്ടി. അഥവാ ഖുർആൻ അല്ലാത്ത ദീനിന്റെ അടിസ്ഥാനമായ ഖുർആൻ അല്ലാതെ വചനശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഫിലോസഫികളോ തത്വചിന്തകളോ അതുപോലെയുള്ള മറ്റു പല വാക്കുകളോ തത്വങ്ങളോ എന്നും എടുത്തുകൊണ്ട് ഖുർആനിനെ മാറ്റുന്ന ആളുകളല്ല. അപ്പൊ ചില ആളുകൾ ഇന്ന് പിന്നെ ദീന് പറയുന്ന അവസ്ഥ കാണാം. അവർ ദീന് പറഞ്ഞു തുടങ്ങിയ ആളുകൾ പിന്നീട് എന്താകുന്നു? മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആകുന്നു. പിന്നെ അവർ ഉദ്ധരിക്കുന്ന വാക്കുകളെല്ലാം ഏതൊക്കെയോ വഴിപിഴച്ച ആളുകളുടെ ഗ്രന്ഥങ്ങളിലെ വാക്കുകൾ ഖുർആനിലെ ആയത്ത് പോലെ ഉദ്ധരിക്കുക. ഇന്ന ആൾ ഇന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇന്ന സിനിമ കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇന്നത് കേട്ടിട്ടില്ലേ എന്ന നിലക്ക് ദീന് പറയുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്, ഫിത്നയാണ്, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ് അവർ. അവരുടെ പിന്നാലെ ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു വലിയ സമൂഹ ആളുകൾ അവരുടെ വാക്കുകൾ ദീനാണെന്ന് കേട്ട് മതമാണെന്ന് കേട്ട് അവർ അള്ളാഹുവിനെ പറ്റി പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ തസവുഫിന്റെ പോലെയുള്ള വാക്കുകൾ, തസവുഫിന്റെ ആളുകൾ പറയുന്ന വാക്കുകൾ അവർ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പറഞ്ഞ് അത് ദീനാണെന്ന് അന്ധമായി പിൻപറ്റുന്ന സമൂഹമുണ്ട്. ഇതൊന്നും യഥാർത്ഥ ഫഖീഹിന്റെ അടയാളമല്ല. അവർ ഖുർആനിനെ ഒഴിവാക്കിയില്ല, അവർ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക ഖുർആൻ ഓതിക്കൊണ്ടാണ്, ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകൾ പറഞ്ഞുകൊണ്ടാണ്, ആ പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുക. അതല്ലാത്തവർ യഥാർത്ഥ ഫഖീഹ് അല്ല. എന്നിട്ട് പറയുകയാണ്, ഇന്നഹു ലാ ഖൈറ ഫീ ഇബാദത്തിൻ ലാ ഇൽമ ഫീഹി, ആ അറിവില്ലാതെയുള്ള ഇബാദത്തിൽ ഒരു ഖൈറുമില്ല. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിൽ അധികവും എന്തായിരിക്കും? അവൻ അബദ്ധം സംഭവിക്കും, അവൻ ബിദ്അത്തിൽ ചെന്ന് ചാടും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൻ അതിൽ പിഴച്ചു പോകാൻ സാധ്യതയുണ്ട്. വലാ ഇൽമ ലാ ഫഹ്മ ഫീഹി, മനസ്സിലാക്കാതെയുള്ള അറിവിനും ഒരു ഖൈറുമില്ല, അതിലും ഒരു ഖൈറില്ല. വലാ ഇൽമിൻ ലാ ഫഹ്മ ഫീഹി, അതായത് പിന്നെ ഒരാൾക്ക് അറിവുണ്ടായിരിക്കും പക്ഷെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഖുർആൻ മൊത്തം ഹിഫ്ളായി ഉണ്ടാവും, ചിലപ്പോൾ ഹദീസുകൾ ഹിഫ്ളായിട്ടുണ്ടാകും, പക്ഷെ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നോ അറിയാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഇൽമിലും ഖൈറില്ല. വലാ ഖിറാഅതൻ ലാ തദബ്ബുറ ഫീഹാ, അതുപോലെ തന്നെ
വലാ ഖിറാഅത്തിൻ ലാ തദബ്ബുറ ഫീഹാ, ഖുർആൻ തദബ്ബുർ ചെയ്യാതെയുള്ള പാരായണത്തിലും ഒരു ഖൈറില്ല. ഖുർആൻ എന്തിനാണ് നൽകിയിട്ടുള്ളത്? യദബ്ബറു ആയാതി, അതിന്റെ ആയത്തുകൾ തദബ്ബുർ ചെയ്യാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഖുർആൻ പാരായണത്തിൽ പല ആളുകളും, നമ്മളിൽ തന്നെയും പലരും ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്. ദിവസവും 5ഉം 10ഉം ഒരു ജുസ് പാരായണം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരായണം ചെയ്യാം, അതിന് പ്രതിഫലം ഉണ്ടാകും, അതല്ല. പക്ഷേ ഖുർആനിന്റെ ആയത്തുകളെ ഉറ്റാലോചിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്ത് ഒരായത്ത് ചിലപ്പോൾ 1000 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യും, അതിനെ ഉറ്റാലോചിച്ചുകൊണ്ട്. എന്നൊരു ഉദാഹരണം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി നിസ്കാരത്തിൽ പാരായണം ചെയ്തു. രാവിലെ ആകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മറ്റു ചോദിച്ചു, എന്താണ് റസൂലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത്? അപ്പോൾ ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി എന്ന നിലക്ക്, അതല്ലെങ്കിൽ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, ആ തരത്തിൽ ഒരു ഹദീസ് ഉണ്ട്. വേറെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മൊത്തം ഒരായത്ത് ഓതിക്കൊണ്ടാണ് രാത്രി നിസ്കരിച്ചത്. ആയത്ത് ഏതാ വെച്ചാൽ സൂറത്തുൽ മാഇദയിലെ അവസാനത്തിലുള്ള ഇൻ തഗ്ഫിർ ലഹും ഇന്നഹും ഇബാദുക് എന്നുള്ള ആയത്ത്, അഥവാ ഈസാ നബി അലൈഹിസ്സലാം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട് നസാറാക്കളെ കാണിച്ചുകൊണ്ട്, നീ അവർക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ തുഅദ്ദിബുഹും ഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്, നിനക്ക് ശിക്ഷിക്കാനുള്ള എല്ലാ അർഹതയുണ്ട്, നീ സൃഷ്ടിച്ച, നീ ഉപജീവനം നൽകിയ, നീ സംവിധാനിച്ച ആളുകളാണ്, നീ പുറത്തെടുക്കുകയാണെങ്കിൽ നീ അസീസും ഹക്കീമുമാണ് എന്ന വാക്ക് പറയുന്നുണ്ട്. ഈ ഒരൊറ്റ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മുഴുവൻ പാരായണം ചെയ്തിട്ട് നിസ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സലഫുകളുടെ ചരിത്രത്തിൽ പല ആയത്തുകളും അവർ രാത്രി നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ചില ആയത്തിലാണ് നിന്നു, പിന്നെ ആ ആയത്ത് തന്നെ പാരായണം ചെയ്ത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ഈ ആയത്ത് ഇറങ്ങിയിട്ട് രാത്രി മൊത്തം കരയാണ്. അവന് ബിലാൽ റളിയല്ലാഹു അൻഹു രാവിലെ അവസ്ഥ കണ്ടപ്പോൾ റസൂൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടിയതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ കരയുന്നത് ചോദിച്ചപ്പോ ഈ ആയത്ത് ഓതിക്കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആയത്ത് പാരായണം ചെയ്ത് തദബ്ബുർ ഇല്ലാത്തവന് നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് പല സമയത്ത് എഴുന്നേൽക്കുമ്പോൾ, ഓരോ സമയത്ത് എഴുന്നേൽക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. അഥവാ ഒരു തവണ എഴുന്നേറ്റ് ആകാശം നോക്കും, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി 10 ആയത്തുകൾ ഓതും, രാത്രി നിസ്കരിക്കും, പിന്നെ ഉറങ്ങും, പിന്നെ എഴുന്നേറ്റാൽ പിന്നെയും ആകാശത്തേക്ക് നോക്കും, ഈ ആയത്തുകൾ പാരായണം ചെയ്യും, രാത്രി നിസ്കരിക്കും. അങ്ങനെ 3 തവണയോളം ഉണ്ടായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടി അത് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ഖുർആനിന്റെ ആശയത്തെ തദബ്ബുർ ചെയ്യാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ വേണം ഖുർആൻ പാരായണം ചെയ്യാൻ. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമായിക്കൊണ്ട്, അള്ളാഹുവിന്റെ സിഫത്തായിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരേ ഒരു കാര്യമാണ്. അതായത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണ്? ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ മുറുകെ പിടിക്കണം, തദബ്ബുർ ഉണ്ടായിരിക്കണം. ഈ ഒരു വാക്ക് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ മഹത്തായ വാക്കുകളാണ്. യഥാർത്ഥ ഫഖീഹിന്റെ വിശേഷണങ്ങൾ, അവൻ ജനങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുത്തുകയില്ല, പാപങ്ങളിൽ ഇളവ് നൽകുകയില്ല, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകുകയില്ല, ഖുർആനെ ഒഴിവാക്കി മറ്റെന്തെങ്കിലും എടുത്ത് മറ്റെന്തിനോടുള്ള താല്പര്യം കാണിക്കുകയില്ല. അതുപോലെ തന്നെ ഇൽമില്ലാത്ത ഇബാദത്തും ഫഹ്മില്ലാത്ത ഇൽമും തദബ്ബുറില്ലാത്ത ഖിറാഅത്തും അതിലൊന്നും ഖൈറുമില്ല. وعن الحسن رضي الله عنه قال قال رسول الله صلى الله عليه وسلم, ഈ ഒരു ഹദീസ് സുബ്ഹാനല്ലാഹ് ഇൽമ നേടാനും ദഅവത്ത് നടത്താനും ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കാനും പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന, അത് ഉദ്ദേശിക്കുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജാഅഹു അൽ മൗത്ത്, ആരുടെയെങ്കിലും അടുക്കിലേക്ക് മരണം വന്നെത്തുകയാണ്, വഹുവ യത്ലുബുൽ ഇൽമ, ഏതവസ്ഥയിലാണ് അവനുള്ളത്? അവൻ ഇൽമ നേടുന്ന അവസ്ഥയിലാണ്. അപ്പൊ മരണം എപ്പോഴാണ് നമുക്ക് വന്നെത്തുകയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം? ഇൽമ നേടുന്ന അവസ്ഥയിലായിരിക്കണം. ലിയുഹ്യ ബിഹി അൽ ഇസ്ലാം, എന്തിനാണ് അവൻ ഇൽമ നേടുന്നത്? ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി, അഥവാ ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ ഇസ്സത്ത് അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, സുന്നത്തുകൾ ആളുകളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. ഇതാണ് ഇൽമ്.
അത് ജീവിതത്തിൽ അമലാക്കുന്നു, അതുപോലെ തന്നെ ദഅവത്ത് ചെയ്യുന്നു. ആ ആളുകൾക്ക് ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി ആരാണോ ഇൽമു നേടുന്നത്, ഫബൈനഹു വബൈനൻ നബിയ്യീൻ ദറജത്തുൻ വാഹിദത്തുൻ ഫിൽ ജന്ന റവാഹു ദാരിമി. അവന്റെയും നബിമാരുടെയും ഇടയിൽ സ്വർഗത്തിൽ ഒറ്റ ദറജ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നബിമാരെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദറജയിലുള്ളവരാണ്. ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥയിലാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അവൻ ഇൽമു നേടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ, ദീൻ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, ഇസ്ലാമിന്റെ ഇസ്സത്ത് ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ, തൗഹീദ് പഠിപ്പിക്കാൻ, സുന്നത്തിനെ പഠിപ്പിക്കാൻ, ശിർക്കിനും ബിദ്അത്തിനുമെതിരെ സംസാരിക്കാൻ, നിലകൊള്ളാൻ, അതിനാണ് അവൻ ആ ഇൽമു നേടുന്ന അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവന്റെയും നബിമാരുടെ ഇടയിൽ ഒരു ദർജ മാത്രമേ സ്വർഗത്തിൽ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഇതിലും വലിയ മഹത്തരമായ അവസ്ഥ എന്താണ്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വ്യത്യസ്ത ദറജകൾ എത്തിച്ചേരാൻ പറ്റുന്നത് സൃഷ്ടിച്ചു. അത് മനുഷ്യർ വ്യത്യസ്ത ദറജകളിലാണ്. മിഫ്താഹു ദാരി സഅദയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇൽമിന്റെ ഫദ്ൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണത്. അതിൽ ഏറ്റവും ഉന്നതമായ ദറജ ആരാണ്? റസൂലുകളാണ്. അത് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റൂല, അവന്റെ അമല് കൊണ്ടോ ഇൽമു കൊണ്ടോ നേടിയെടുക്കാൻ പറ്റൂല, അള്ളാഹു തെരഞ്ഞെടുക്കണം. രണ്ടാമത്തെ ദറജ ആരാണ്? നബിമാരാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കണം. മനുഷ്യൻ എന്തില്ല, അതിന് ഓപ്ഷൻ ഇല്ല. ഒരാൾ കുറെ അമൽ ചെയ്തുകൊണ്ട് ഒരാൾ നബിയാവാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ അതിനുശേഷമുള്ള അവസ്ഥ സിദ്ദീഖാണ്, പിന്നെ ശുഹദാക്കളാണ്, പിന്നെ സ്വാലിഹീങ്ങളാണ്, പിന്നെ അതിന് താഴെ തഖ്വയുള്ള അതിൽപ്പെട്ട ആളുകൾ, അതിന്റെ അളവിൽ വ്യത്യാസപ്പെടുന്നവർ. ഈ മൂന്നാമത്തെ ദറജ മുതൽ മനുഷ്യൻ അവന്റെ ഇൽമു കൊണ്ടും അമല് കൊണ്ടും അള്ളാഹുവിനോട് കാണിക്കുന്ന ഇഖ്ലാസ് കൊണ്ടും സിദ്ഖ് കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. റസൂൽ നബി ഒരാൾക്ക് കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഒരാളുടെ സിദ്ഖ് കൊണ്ട് അവൻ എന്താകാം? അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖാകാം. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന ഇഖ്ലാസ് കൊണ്ട് അവന് ഷഹീദിന്റെ സ്ഥാനത്തെത്താം. ഒന്നുകിൽ സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ട്, അതല്ല എങ്കിൽ ആ നിയ്യത്ത് കൊണ്ട് കിടക്കയിൽ കടന്നു മരിച്ചാലും അവൻ ആ സ്ഥാനത്തെത്താൻ സാധിക്കും. ഒരാൾക്ക് സ്വാലിഹാകാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ നബിമാരുടെ ദർജയ്ക്ക് അടുക്കൽ എത്തുന്ന ദർജയിലുള്ള ആളുകൾ, ഇൽമു നേടുന്ന ആളുകൾ, അതുപോലെ തന്നെ അതുകൊണ്ട് ദീനിനെ നിലനിർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇൽമു നേടുന്നതിനും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും ഇസ്ലാമിന്റെ ഇജ്ജത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും വേണം. വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ന് പലരും ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വേഷത്തെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ, ഇസ്ലാമിന്റെ വിശ്വാസത്തെ പല രീതിയിൽ ആളുകൾ പുച്ഛിക്കുകയും അതുപോലെ തന്നെ ആ രീതിയിൽ മോശമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾ അതിൽ ഇജ്ജത്ത് കണ്ടിട്ടില്ല എങ്കിൽ, മുസ്ലിമീങ്ങൾ അതിൽ അഭിമാനിച്ചിട്ടില്ല എങ്കിൽ, മുസ്ലിമീങ്ങൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമുള്ളത്? അതുകൊണ്ട് ദീന് പഠിക്കാനും ദീന് ദഅവത്ത് ചെയ്യാനും നമുക്ക് അതിയായ താല്പര്യവും അതിന്റെ പ്രതിഫലം ഈ പറഞ്ഞതുപോലെ ഓരോന്നിലും പറഞ്ഞതുപോലെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും വേണം. അടുത്ത ബാബ് ഈ കിതാബിൽ ബാബു ഖബ്ലിൽ ഇൽം, ഇൽമിനെ പിടിക്കുന്നത്. ഇത് ഇൽമു നേടുന്ന അല്ലെങ്കിൽ ഇൽമു നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളെയും വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ബാബാണ് ഈ ബാബ്. അഥവാ ഇൽമു എടുക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്, ഇൽമു ഇല്ലാതാകുന്ന ഒരു കാലം വരാനുണ്ട്. ഇതിലെ ഹദീസുകൾ, ആദ്യത്തെ രണ്ട് ഹദീസ് വായിക്കാം. രണ്ടിനെയും ആശയം ഒരുപോലെയാണ്. عن أبي الدرداء رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. فشخص ببصره إلى السماء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നോട്ടം കൊണ്ട് ആകാശത്തിലേക്ക് തിരിഞ്ഞു, അഥവാ ആകാശത്തിലേക്ക് നോക്കി. ثم قال, എന്നിട്ട് പറഞ്ഞു, هذا أوان يختلس فيه العلم من الناس, ഈ സമയം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഇൽമ് ഊരിയെടുക്കുന്ന സമയമാണ്. ഇഖ്തലസ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് കട്ടെടുക്കുന്നത് പോലെ എടുക്കുന്നതിനാണ് പറയുക. ഹത്താ ലാ യഖ്ദിറൂ മിൻഹു അലാ ഷൈഇൻ, അവന് ജനങ്ങൾക്ക് ആ ഇൽമിൽ നിന്ന് ഒന്നിനും കഴിയാത്ത വിധം അവനിൽ നിന്ന് ഇൽമ് എടുക്കപ്പെടുന്ന ഒരു സമയമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഹു തിർമിദി. അടുത്ത ഹദീസ് കൂടി വായിച്ചിട്ട് രണ്ടും ഒരുമിച്ച് പറയാം. വഅൻ സയ്യാദ് ഇബ്നു ലബീദ് ഖാല ذكر النبي صلى الله عليه وسلم شيئا, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കാര്യങ്ങൾ ചില കാര്യങ്ങളെ പറ്റി പറയുകയായിരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ذلك عند ذهاب اوان العلم, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക ഇൽമ് ഇല്ലാതാകുന്ന, ഇൽമു പോകുന്ന സമയത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില കാര്യങ്ങൾ പറഞ്ഞു, ചില അപകടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എന്നിട്ട് വിശ്വാസം പറഞ്ഞു ഇത് സംഭവിക്കുക ഇൽമു ഇല്ലാതാവുന്ന സമയത്താണ്.
ഖുൽതു, അപ്പോ സയ്യാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യദ്ഹബുൽ ഇൽം, എങ്ങനെയാണ് റസൂലേ ഇൽമു പോവുക, അല്ലെങ്കിൽ ഇൽമു ഇല്ലാതാവുക? വനഹ്നു നഖറഉൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. വനുഖരിഉഹു അബ്നാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അത് പാരായണം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. വയുഖരിഉഹു അബ്നാഉനാ അബ്നാഅഹും ഇലാ യൗമിൽ ഖിയാമ, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കൾക്ക് ഓതി കൊടുക്കുന്നുണ്ടല്ലോ. അന്ത്യനാൾ വരെ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അഥവാ ഞങ്ങൾ പാരായണം ചെയ്തിട്ട് ഞങ്ങൾ മക്കൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുന്നുണ്ട്, മക്കൾക്ക് പാരായണം ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അന്ത്യനാൾ വരെ ഖുർആൻ അവിടെ ഉണ്ടാവുമല്ലോ, ഞങ്ങൾ പാരായണം ചെയ്യല്ലോ, പിന്നെ എങ്ങനെ ഇൽമ എടുക്കപ്പെടാ ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകിലത്ക ഉമ്മുക യാ സയ്യാദ്. ഫകിലത്ക ഉമ്മുക എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവത്തിൽ വാക്ക് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അറബിയിൽ. ഇൻ കുൻതു ലഅറാക മിൻ അഫ്ഖഹി റജുലിൻ ഫിൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയത് മദീനയില് ഏറ്റവും അവഗാഹമുള്ള ആളാണ് നീ, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നീ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അവലൈസ ഹാദിഹിൽ യഹൂദ് വൻ നസാറ, ഈ ജൂതന്മാരും നസ്രാണികളും നസാറാക്കളും യഖറഊന തൗറാത്ത വൽ ഇൻജീൽ, അവർ തൗറാത്തും ഇൻജീലും പാരായണം ചെയ്തിട്ടില്ലേ? അഥവാ അവർക്ക് ഇറങ്ങിയ തൗറാത്തും ഇൻജീലാണ്, അവരെ മക്കൾക്ക് പാരായണം ചെയ്തിട്ടുണ്ട്, അവർ പാരായണം ചെയ്ത് വന്നവരല്ലേ. ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, പക്ഷെ അവർ അതിലുള്ളതൊന്നും പ്രവർത്തിച്ചില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. റവാഹു അഹ്മദ് വഇബ്നു മാജ. ഇവിടെ ഇതിൽ പറയുന്ന ഈ രണ്ട് ഹദീസുകളിലും പറയുന്ന വിഷയം, ജനങ്ങളിൽ നിന്ന് ഇൽമ് എടുക്കപ്പെടും, ജനങ്ങളിൽ നിന്ന് ഇൽമ് ഒഴിവാക്കപ്പെടും. ഈ ഇൽമു ഒഴിവാക്കപ്പെടുന്നത് പ്രധാനമായും രണ്ടു തരത്തിലും, പിന്നെ ഒരു എന്നാൽ നിന്നുപോയിട്ടുള്ള മൂന്നാമതൊരു തരത്തിലുമാണ്. ഒന്നാമത്തെ തരം ഇൽമു എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഫഖ്ദുൽ ഉലമാ, പണ്ഡിതന്മാർ മരണപ്പെടുക എന്നുള്ളതാണ്. അഥവാ ഒരു അറിവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി വിശദീകരിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ മരണം ഇൽമു എടുക്കപ്പെടുന്ന ഒന്നാമത്തെ രീതിയാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ആലിം എന്ന് പറഞ്ഞാൽ അയാളുടെ തഖ്വ കൊണ്ടും അയാളുടെ ഒരുപാട് കാലത്തെ ഗവേഷണങ്ങൾ കൊണ്ടും പഠനങ്ങൾ കൊണ്ടും ചിന്നിച്ചിതറിക്കിടക്കുന്ന ഇൽമിന്റെ മസായിലുകളെ ഒരുമിച്ച് കൂട്ടുകയും പിന്നെ അള്ളാഹു നൽകുന്ന ബറക്കത്ത് കൊണ്ട് അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം കഴിവുള്ളതായിരിക്കും. ചില ഇൽമ്, ഒരേ ഇൽമ് അതുള്ള 4 ആളുകൾ ഉണ്ടാവും, പക്ഷെ അതിൽ ഒരാൾ പറയുമ്പോഴാണ് ആളുകൾക്ക് എന്താവുകയുള്ളൂ, അത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ ആ ഇൽമ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉലമാക്കൾക്ക് പല പ്രത്യേകതകളുണ്ടാവും. അപ്പൊ ആ ഉലമാക്കൾ മരണപ്പെടുക എന്നുള്ളത് ഇൽമ എടുക്കപ്പെടുന്ന ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി ഫഖ്ദുൽ അമലി ബിഹി, ആ ഇൽമ കൊണ്ട് അമല് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇൽമ എടുക്കപ്പെടുന്ന രണ്ടാമത്തെ രീതിയാണ്. ഇൽമും അമലും ഖരീനുകളാണ്, അഥവാ ഒരുമിച്ചുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥ ഇൽമു എന്ന് പറഞ്ഞാൽ അമലോട് കൂടിയുള്ളതാണ്. അമൽ യഥാർത്ഥത്തിലാകണമെങ്കിൽ ഇൽമു ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് ഈ രണ്ടും കൊണ്ടാണ്. ഈ ആയത്ത് നോക്കൂ, സൂറത്തു തൗബയിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹുവാണ് നേർമാർഗം കൊണ്ട് റസൂലിനെ അയച്ചത്, അതുപോലെ തന്നെ ഹക്കായ ദീൻ കൊണ്ടും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ഹുദ, രണ്ട് ദീനുൽ ഹഖ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൻ നാഫിഅ. ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അൽ അമലുസ് സാലിഹ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു റസൂലിനെ അയച്ചിട്ടുള്ളത്. അപ്പൊ ഒരു കൂട്ടർ അറിവുണ്ടായിട്ട് കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ അവരിൽ നിന്ന് ആ ഇൽമ് എടുക്കപ്പെടും. ഇനി വ്യക്തിപരമാണെങ്കിലും നമുക്ക് അറിവുണ്ടായിട്ട് നമ്മൾ കർമ്മം ഒഴിവാക്കി കഴിഞ്ഞാൽ അറിവ് ശോഷിച്ചു പോകും. മുഹദ്ദിസീങ്ങൾ, മുൻഗാമികൾ, സലഫുകൾ പറഞ്ഞത് കാണാം, ഹദീസുകൾ ഹിഫ്ളാക്കാൻ ഞങ്ങൾ കണ്ടിരുന്ന ഏറ്റവും നല്ല മാർഗം എന്തായിരുന്നു? അതുകൊണ്ട് അമല് ചെയ്യലായിരുന്നു. അമലില്ല എങ്കിൽ നമ്മൾ പഠിച്ച ഇൽമുകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇനി ഇൽമില്ലാതെ അമല് ചെയ്താലോ അത് അബദ്ധത്തിൽ പോയി ചാടുകയും ചെയ്യും. ബിദ്അത്തുകളും അതുപോലെ തന്നെ അല്ലാത്ത തരത്തിലുള്ള പല റിയാഓ സുമ്അത്തോ പല രീതിയിൽ ആ ഇബാദത്ത് പൊളിഞ്ഞു പോകാൻ, ആ അമല് പൊളിഞ്ഞു പോകാൻ കാരണമാവുകയും ചെയ്യും. മൂന്നാമത്തെ ഇനം ഉലമാക്കൾ പറയാറുള്ളത് നടന്നു കഴിഞ്ഞതുകൊണ്ട് വലിയ പ്രാധാന്യമില്ല, നബിമാരുടെ വഫാത്താണ്. കാരണം വഹിയാണ്. ഇൽമിന്റെ അടിസ്ഥാനം എന്താണ്? വഹിയാണ്. ആ വഹി ഇറങ്ങുന്നത് നിന്നു പോവുക എന്നുള്ളത് ഖബുലുൽ ഇൽമിന്റെ മൂന്നാമത്തെ ഇനമാണ്. പിന്നെ പ്രത്യേകം പറയാറില്ല, കാരണം അത് അറിയപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഈ രണ്ട് ഇനങ്ങളാണ് പ്രത്യേകം പറയാറുള്ളത്, ഉലമാക്കളുടെ മരണവും അമല് ചെയ്യാതിരിക്കലും. അപ്പൊ ഈ ഹദീസിൽ ഒന്നാമത്തേതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജനങ്ങളിൽ നിന്ന് ഇൽമ എടുക്കപ്പെടുമെന്നുള്ളത്. രണ്ടാമത്തേതിൽ ഇൽമ എടുക്കപ്പെടുന്നത് എങ്ങനെയെന്ന് സഹാബി അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് എടുക്കപ്പെടുക എന്നുള്ളത്? കാരണം ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പറഞ്ഞ എന്താണ്? ആ എടുക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
അമല് ചെയ്യാതെ പോവുകയാണ്. അതാ ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, തൗറാത്തിലും ഇഞ്ചീലിലുമുള്ള കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പകർത്തിയില്ല, കർമ്മം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഇൽമ് അവരിൽ നിന്ന് എടുക്കപ്പെട്ടു. അപ്പോ ഇൽമ് മാത്രമല്ല, ഇൽമ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വേണം. وعن ابن مسعود رضي الله عنه قال ابن مسعود رضي الله عنه ഒരു വാക്കാണ്, عليكم بالعلم قبل أن يقبض. عليكم بالعلم قبل أن يقبض. നിങ്ങൾ അറിവ് നേടുക അത് എടുക്കപ്പെടുന്നതിന് മുമ്പ്. ഇൽമ് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അത് നേടുക. വഖാബുഹു ദഹാബു അഹ്ലിഹി. ഇൽമ് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആളുകൾ നീങ്ങിപ്പോവുകലാണ്, അഥവാ ഉലമാക്കളുടെ മരണമാണ്. عليكم بالعلم فإن أحدكم لا يدري متى يفتقر إليه أو يفتقر إلى ما عنده. عليكم بالعلم. നിങ്ങൾ വീണ്ടും പറയാണ്, നിങ്ങൾ ഇൽമ് പഠിക്കുക, ഇൽമ് നേടുക. فإن أحدكم നിങ്ങളിൽ ഒരാൾ ലാ യദ്രി അവനറിയില്ല, മതാ യുഫ്തഖിറു ഇലൈഹി എപ്പോഴാണ് അവൻ ആ അറിവിലേക്ക് ആവശ്യക്കാരനാവുക എന്നവൻ അറിയില്ല. ഔ അതല്ല എങ്കിൽ യുഫ്തഖറു ഇലാ മാ ഇൻദഹു അവന്റെ അടുക്കലുള്ള അറിവിലേക്ക് ആവശ്യപ്പെട്ടവനാവുക, അഥവാ അവനിലേക്ക് ആളുകൾ, അവന്റെ കുറച്ച് അറിവുണ്ട്, അപ്പൊ ഇങ്ങോട്ട് ആളുകൾ ആവശ്യം ആയിട്ട് വരിക, അവൻ ആവശ്യപ്പെട്ടവനാവുക. അങ്ങനെ ആവുക എപ്പോഴാന്നും അറിയില്ല. ഒന്നെങ്കിൽ അവന് ഇൽമ ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള ഇൽമിന് അവൻ ഇൽമി നേടിയാൽ ആളുകൾക്ക് എന്തുണ്ടാവും? അവനെ കൊണ്ട് ആവശ്യമുണ്ടാവും. എപ്പോഴാന്നറിയില്ല. വസതജിദൂന അഖ്വാമൻ നിങ്ങൾ കണ്ടെത്തുന്നതാണ് ഒരു കൂട്ടം ആളുകളെ, യസ്ഉമൂന അന്നഹും യദ്ഊന ഇലാ കിതാബില്ലാഹ് അവർ വാദിക്കും, അവർ വിളിക്കുന്നത് അല്ലാഹുവിന്റെ കിതാബിലേക്കാണെന്ന് അവർ വാദിക്കും. വഖദ് നബദൂഹു വറാഅ ദുഹൂരിഹിം എന്നാൽ അവരതിനെ എറിഞ്ഞിട്ടുണ്ടാകും, അവരുടെ പിന്നിലേക്ക് അവരതിനെ എറിഞ്ഞിട്ടുണ്ടാകും. അഥവാ അതിനെ ഖുർആനിന്റെ യാതൊരു ഖുർആനോട് കൂറ് പുലർത്താത്ത രീതിയിലായിരിക്കും അവർ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവർ ക്ഷണിക്കുക. അലൈക്കും ബിൽ ഇൽം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇൽമ് നേടുക. 3 തവണ ഒരു ഹദീസിൽ പറയുന്നു. അഫൻ ഇബ്നു റസൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഫൻ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ പറഞ്ഞു. മൂന്നാമത്തെ തവണയും പറഞ്ഞു, നിങ്ങൾ ഇൽമ് നേടുക. വയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, വൽ ബിദ്അ ബിദ്അത്തിനെ സൂക്ഷിക്കണം, പുതുതായി ഉണ്ടാക്കുന്ന ബിദ്അത്തുകളെ സൂക്ഷിക്കണം. വത്തനത്തുഅ വത്തഅമ്മുഖ തഅമ്മുഖ് എന്ന് പറഞ്ഞാൽ തകല്ലുഫ് തശദ്ദുദ് എന്നുള്ള അർത്ഥം, രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. തകല്ലുഫ് അഥവാ കൃത്രിമം, തശദ്ദുദ് എന്ന് പറഞ്ഞാൽ ഗുലൂവ് അഥവാ ഒരു കാര്യം എന്താ പരിധി വിട്ടുകൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഉദ്ദേശം ബിദ്അത്തുകൾ ചെയ്തിട്ട് പരിധി ലംഘിച്ച് ഹദ് ലംഘിക്കുന്നതിനാണ് തനത്തു എന്നൊക്കെ പറയുക, ഒന്നിന്റെ പരിധി ലംഘിക്കുന്നതിന്. അതായത് കൃത്രിമമായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്ത്, അല്ലെങ്കിൽ ഇബാദത്തുകൾ തശദ്ദുദ് ചെയ്ത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇബാദത്തുകൾ ചെയ്ത്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടി ആ രീതിയിൽ കൃത്രിമം കാണിക്കുന്ന, കൃത്രിമല്ല ശരിക്കുള്ള വാക്ക്, തക്കല്ലുഫിന് അതൊക്കെ ഒരു വക്രതയല്ല, ഒരു തക്കല്ലുഫിന് എക്സ്ട്രീമിസം തശദ്ദുദൊക്കെ വന്നു. തക്കല്ലുഫിന് വേറെ മലയാള വാക്ക് പറയും, ഓർമ്മട്ടില്ല. അതായത് കാട്ടിക്കൂട്ടുക, അതല്ല ശരിക്കുള്ള വാക്ക്, വേറെന്തോ വാക്കുണ്ട്. ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന അവസ്ഥ, ശരിക്കില്ലാത്ത രീതിയിൽ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ, അത് വാക്കിലും ഉണ്ടാവും പ്രവർത്തനത്തിലും ഉണ്ടാവും. ഈ തനത്തു എന്നുള്ള പദം വന്നിട്ടുള്ളത് നെത്ത എന്ന് പറഞ്ഞ ഈ ഹൽക്കിന്റെ അങ്ങേറ്റത്ത്. അപ്പൊ ഒരു വാക്ക് പറയുമ്പോ ഉള്ളുന്ന് എടുത്തിട്ട് എന്നൊക്കെ പറയുന്നതിനാണ് തനത്തുവിന്റെ ഭാഷാപരമായിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ആ നിലക്ക് ഒരു കാര്യത്തെ പരിധി വിട്ടുകൊണ്ട് ചെയ്യുന്നതിനാണ് തനത്തു തഅമ്മുഖ് എന്ന് പറയുന്നത്. ഉദ്ദേശം ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളത് തന്നെ മുമ്പ് ഹദീസിൽ വന്നതുപോലെ ഞാൻ ഇനി രാത്രി ഉറങ്ങില്ല, ഞാൻ ഇനി പകലിൽ എല്ലാ ദിവസവും നോമ്പായിരിക്കും, ഞാൻ വിവാഹം കഴിക്കില്ല, ആ നിലക്കൊക്കെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെതിരായിക്കൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പരിധി വിട്ടുകൊണ്ട് ഹദ് വിട്ട് ചെയ്യുക, അതാണ് തനത്തവും തഅമ്മുക്കും. അങ്ങനെ ചെയ്യുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅലൈക്കും ബിൽ അതീഖ് നിങ്ങൾ പുരാതനമായതിനെ, അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായത്, ബൈത്തുൽ അതീഖ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, കഅബയെ പുരാതനമായതിനെ മുറുകെ പിടിക്കുക. അഥവാ അവിടെ പുരാതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, അവരാണ് ദീന് ആദ്യം കേട്ടു പഠിച്ച ആളുകൾ, അവരിലേക്ക് നിങ്ങൾ എന്താവുക, അത് മുറുകെ പിടിക്കുക. പുതുതായി ഉണ്ടായിട്ടുള്ള പുതുതായ അഭിപ്രായങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ അധികരിച്ച കാര്യങ്ങളോ ഒന്നുമല്ല, ആ പഴയതിലേക്ക്
അതിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ഈ തരത്തിലുള്ള അല്ലെങ്കിൽ സ്വഹാബികളുടെ മാർഗം പിന്തുടരണമെന്ന് അറിയിക്കുന്ന ധാരാളം അസറുകൾ നമുക്ക് പല കിതാബുകളിലും കാണാൻ സാധിക്കും. അതിൽ പ്രധാന വാക്കാണ് വഅലൈക്കും ബിൽ അത്തീഖ്. ആ സ്വഹാബികൾ എന്ത് ദീനാണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അവരെങ്ങനെയാണോ മനസ്സിലാക്കിയത്, അതിനെയാണ് മുറുകെ പിടിക്കേണ്ടതും അതുപോലെ തന്നെ അതിനെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതും. അടുത്ത ഹദീസ് വഫി സ്വഹീഹൈൻ അൻ ഇബ്നു അംറിൻ മർഫൂഅൻ, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിക്കൊണ്ട് ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു തആല അടിമകളിൽ നിന്ന് ഒറ്റയടിക്ക് ഇൽമിനെ ഊരിയെടുക്കുകയില്ല, ഒഴിവാക്കുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിമൗതിൽ ഉലമാ, പക്ഷേ അല്ലാഹു തആല അറിവിനെ എടുക്കുന്നത് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, അങ്ങനെ ഒരു ആലിമും ബാക്കിയില്ലാത്ത അവസ്ഥ വരും. ഇത്തഖദ الناس റൂസൻ ജുഹാല, അങ്ങനെ ആളുകൾ അവരുടെ നേതാക്കന്മാരായിട്ട് വിഡ്ഢികളായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കും. ഫസുഇലു, അങ്ങനെ അവരോട് ചോദിക്കപ്പെടും, അവരോട് ചോദിക്കും. ഫഅഫ്തൗ, അവർ ഫത്വ നൽകുകയും ചെയ്യും. ബിഗൈരി ഇൽമിൻ, ഒരു അറിവില്ലാതെ. ഫവല്ലു വഅവല്ലു, അവരും പഴിച്ചു പോയിട്ടുണ്ടാവും, ആളുകൾ എന്തായിരിക്കും ആളുകളെ പഴപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഇത് വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് ഇബ്ലീസിന് ഒരു ആബിദ് മരിക്കുന്നതിനേക്കാൾ സന്തോഷം എന്താണ്, ഒരു ആലിമ് മരിക്കുന്നതാണ്. കാരണം ആലിമിൽ നിന്ന് മുതഅദ്ദിയായ നഫ്അ ഉണ്ടാവും, മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നഫ്അ ഒരു ആലിമിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഒരു ആലിമ് അയാളുടെ ഇൽമു കൊണ്ട് ഒരു പുതിയ അറിവ് അഥവാ ഖുർആനിലും ഹദീസിലുമുള്ള ഒരു ഇൽമിനെ അറിയാത്ത ആളുകളുണ്ട് എങ്കിൽ അവരെ അടുക്കൽ പോയിട്ട് അറിവ് പറഞ്ഞു കൊടുത്താൽ 40 ആളോ 50 ആളോ 60 ആളോ ആണെങ്കിൽ ആ 60 ആളിലേക്കാണ് ആ അറിവെത്തുന്നത്. ഒരു ദുആ അല്ലെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്തായിട്ടുള്ള നിസ്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ദിക്ർ, അത് പഠിപ്പിച്ചു കൊടുത്താൽ അത്രയും ആളുകളിലേക്ക് എത്തുന്നത്. എന്നാൽ ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളമോ അവന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അവന്റേതായിട്ട് അവൻ ആ ദിക്ർ 1000 തവണ ചൊല്ലി വിചാരിക്കുക. പക്ഷെ ഒരു ആലിമിൽ നിന്ന് ഈ 40 ആളോ 50 ആളോ 100 ആളോ അതിൽ നിന്ന് ഒരാളിൽ നിന്ന് മറ്റാളുകൾ ഇൽമു മുതഅദ്ദിയായി എത്തുന്നത് ആലിമിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇൽമെടുക്കുന്ന പ്രധാനപ്പെട്ട രീതി ഉലമാക്കൾ മരിക്കുന്നതിലൂടെയാണ്, ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. അങ്ങനെ അറിവുള്ള ഒരാളും ബാക്കിയല്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ എന്ത് ചെയ്യും, വിഡ്ഢികളായിട്ടുള്ള ആളുകളെ നേതാക്കന്മാരായിട്ട് എടുക്കുകയും അവർ അറിവില്ലാതെ ഫത്വ കൊടുക്കുകയും അവരും പഴക്കും ജനങ്ങളെയും പഴപ്പിക്കും. സത്യത്തിൽ പല നാടുകളിലും മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോ നമ്മൾ പിന്നെയും അൽഹംദുലില്ലാഹ് ഈ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാവട്ടെ പിന്നെയും ഇൽമ പഠിക്കുന്നതും ഇൽമ ചർച്ച ചെയ്യുന്നതും ഖൈറുണ്ട്. എന്നാൽ ചില നാടുകൾ മുസ്ലിമീങ്ങൾ മസ്ജിദിൽ വിഗ്രഹത്തിനെ വരെ കൊണ്ടുപോയി വെക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്, അല്ലെങ്കിൽ മസ്ജിദിൽ വ്യഭിചരിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് ഇബാദത്തായി കണ്ടിട്ട്. നഊദു ബില്ലാഹ്, അങ്ങനെയുള്ള മൗലീദുകൾ നടക്കുന്നുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ദീനായി കണ്ടിട്ടാണ്, തെമ്മാടിത്തരമായി കണ്ടിട്ടല്ല, ദീനായി കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന പല നാടുകളുമുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം അതെല്ലാം ഇസ്ലാമാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ പല നാടുകളിലും അതുപോലെയുള്ള പല അവസ്ഥകളും നടക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്ത്, ഇസ്ലാമിന്റെ നിഅമത്ത്, തൗഹീദിന്റെ നിഅമത്ത്, സുന്നത്തിന്റെ നിഅമത്ത്, സലഫിയത്തിന്റെ നിഅമത്ത് എത്ര നന്ദി കാണിച്ചാലും തീരാത്ത മഹത്തായിട്ടുള്ള നിഅമത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൽമ് നേടിയിട്ടില്ല എങ്കിൽ, നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇൽമ് നേടാൻ വേറെ ആളുകളില്ല, അഥവാ ഹക്കിന്റെ ആളുകളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദീനെത്തിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ മറ്റുള്ള ആളുകൾ ബാത്തിലിന്റെ ആളുകളാണ് ദീനെത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാത്തിലിന്റെ ആളുകൾ എത്ര പരിശ്രമിക്കുന്നു നോക്കണം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ശിർക്കും ബിദ്അത്തുകളും പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഹക്കിന്റെ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല. അവരെക്കാൾ ശക്തമായി ദീന് പഠിക്കുന്നതിലും ദീനെ കൊണ്ടു നടക്കുന്നതിലും ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും ഈ ഹക്കിന്റെ ആളുകൾ ഉണ്ടായിരിക്കണം, അഥവാ നാം ഓരോരുത്തരും അതിന് പരിശ്രമിച്ചിരിക്കണം. وعن علي رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്താണ്. ഇതും വളരെ പ്രധാനമുള്ള ചില വാക്കുകളാണ് ഈ ഒരു ഹദീസിലും വന്നിട്ടുള്ളത്. യൂഷികു അൻ യഅതിയ അലന്നാസി സമാനുൻ, ജനങ്ങളിലേക്ക് ഒരു കാലം വരാനുണ്ട്. ഇത്
ഹദീസോ അതല്ലെങ്കിൽ സഹാബിയുടോ വാക്കോ ആണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്നിരുന്നാലും സഹാബിയുടെ വാക്കായിട്ട് പരിഗണിച്ചാലും യൂഷികു അയ്യഅതിയ അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനായിട്ടുണ്ട്, ജനങ്ങളിലേക്ക് ഒരു കാലം വരാനായിട്ടുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ പേരല്ലാതെ ഒന്നും ബാക്കിയില്ലാത്തൊരു കാലം. ഇസ്ലാമിന്റെ പേരുണ്ടാകും, മുസ്ലിമാണ് എന്ന് പേര്, ഏതാണ് മതം എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിം എന്ന് പേര് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും അറബിയിലുള്ള ഒരു പേര് അല്ലെങ്കിൽ ഒരു വാക്ക് അതായിരിക്കും അവന്റെ പേരായിട്ടുണ്ടാവുക, അവന്റെ അലമായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആ നിലക്ക് എന്റെ തറവാട് ഒരു മുസ്ലിങ്ങളുടെ തറവാടാണ്, അല്ലെങ്കിൽ ഇസ്ലാം പേരുകൊണ്ട് മാത്രം, ഇസ്ലാമിന്റെ വിശ്വാസം അറിയില്ല, കർമ്മങ്ങൾ അറിയില്ല, സംസ്കാരം അറിയില്ല, സ്വഭാവം അറിയില്ല, ഒന്നും അറിയില്ല, വെറും പേരുകൊണ്ട് ഇസ്ലാം ആകുന്നൊരു കാലം. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ ബാക്കിയാവില്ല അതിന്റെ എഴുത്തുകൾ മാത്രമല്ലാതെ. എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ആശയമോ അതിന്റെ തഫ്സീറുകളോ അതിന്റെ അവഗാഹമോ ഒന്നും അറിയാത്ത ആളുകൾ, ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ആളുകളെ കാണാം. അവർക്ക് സ്ഥിരമായി ഓതുന്ന ചില സൂറത്തുകൾ ഉണ്ടാകും, അത് മാത്രമേ അതറിയുള്ളൂ. സ്ഥിരമായിട്ട് ഓതുന്ന ചിലപ്പോൾ ഒരു യാസീനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചില സൂറത്തുകളായിരിക്കും. അതല്ലാതെ ഖുർആനിലൊരു ഭാഗം അവർക്കും അതറിയില്ല. അതിലെന്താ പറഞ്ഞിരിക്കുന്നവർക്ക് അറിയില്ല, അത് ഓതാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ള, അതായത് ഒരു എഴുത്തെഴുതിയാൽ അത് വായിക്കാൻ മാത്രം അറിയുന്നത് പോലെ അങ്ങനെ ധാരാളം ആളുകൾ. ഇന്ന് കാലത്ത് ഒരുപാട് മുസ്ലിമുകൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ചിലപ്പോ നിങ്ങളൊപ്പമുള്ള ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളൊപ്പം പഠിക്കുന്നവരോ ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരോടെന്ന് ചോദിച്ചാൽ മതി, ഖുർആൻ ഓതാൻ അറിയില്ല. ധാരാളം ആളുകൾക്ക് അറിയില്ല. ഖുർആൻ എഴുത്ത് വായിക്കാൻ പോലും അറിയില്ല. അങ്ങനത്തെ എത്ര ആളുകളുണ്ട്. ചില മദ്രസ പോയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് 5ാം ക്ലാസ് വരെ മദ്രസ പോയി കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ ഖുർആൻ തൊട്ടുനോക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഖുർആൻ ഓതാൻ അറിയാത്ത എത്രയോ മുസ്ലിം പേരുള്ള ആളുകളുണ്ട്. അപ്പൊ അത്ര വെറും എഴുത്തായി പോകുന്ന, ഖുർആൻ കൊണ്ട് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ആളുകൾ അതിനെ അവഗണിച്ചു പോകുന്ന ഒരു കാലം. എന്നിട്ട് പറഞ്ഞു മസാജിദുഹും ആമിറത്തുൻ, മസ്ജിദുകൾ അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടാവും, നല്ല അലങ്കരിച്ചിട്ടുണ്ടാകും, നല്ല വലുപ്പത്തിലുണ്ടാകും. ആളുകളൊക്കെ ചിലപ്പോൾ കുറെ ഉണ്ടാവും മസ്ജിദുകളിൽ, അതിന്റെ കാര്യങ്ങൾ നടത്താൻ കുറെ ആളുകൾ ഉണ്ടാവും. വഹിയ ഖറാബും മിനൽ ഹുദ, പക്ഷേ നേർമാർഗത്തിൽ നിന്നത് ഒന്നും ഉണ്ടാവില്ല, ഖറാബായതായിരിക്കും, അതോ നശിച്ചതായിരിക്കും. ഹിദായത്തിന്റെ ഒരു അംശം പോലും അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ മസ്ജിദ് നല്ല വലുപ്പം ഉണ്ടാവും, നല്ല ഉയർന്ന മസ്ജിദായിരിക്കും, അലങ്കരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടക്കാൻ ആളുകൾ ചിലപ്പോൾ കുറെ ഉണ്ടാവും, പക്ഷേ ഹുദ നേർമാർഗം അതിലൊരാൾക്കും ഇല്ലാത്ത ഒരവസ്ഥ. ഉലമാഉഹും ശർറുൻ മിൻ തഹ്ത അദീമിസ് സമാ, അവരുടെ പണ്ഡിതന്മാരെന്നുള്ളത് ആകാശത്തിന്റെ ഉപരിതലത്തിന് താഴെ ഏറ്റവും ഷെറ് നിറഞ്ഞ ആളുകളായിരിക്കും. നോക്കൂ, ഷിർക്കിന്റെ ആളുകളെ, കുഫറിന്റെ ബിദ്അത്തിന്റെ ആളുകളെ, അവർക്ക് പണ്ഡിതന്മാരെന്ന് പറയാൻ ധാരാളം ആളുകളുണ്ട്, അവരുടെ പണ്ഡിതന്മാരായി കാണുന്ന ധാരാളം ആളുകളുണ്ട്. അവരെക്കാൾ ഷെറ് നിറഞ്ഞ ആളുകൾ ഉണ്ടാവില്ല. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അയാൾ വേറെ എത്ര അറിവിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും എത്ര അറിവിന്റെ ഉന്നതിയിലെത്തിയാലും അവനേക്കാൾ ഷെറ് നിറഞ്ഞ വേറെ ആരാ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ദീൻ ഇതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാളേക്കാൾ ഷെറ് നിറഞ്ഞ ആരാണുള്ളത്? അപ്പൊ അവരുടെ പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും പണ്ഡിതന്മാർ ആകാശത്തിന്റെ ഉപരിതലത്തിന് താഴെ ഏറ്റവും ഷെറ് നിറഞ്ഞ ആളുകളാണ്. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്, അവരിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക, അവരിലേക്ക് തന്നെയാണ് ഫിത്ന മടങ്ങുകയും ചെയ്യുക. അഥവാ എല്ലാവിധ ഫിത്നയും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എല്ലാം അവരെ കൊണ്ടായിരിക്കും ഏറ്റവും വലിയ ഫിത്നകൾ ഉണ്ടാവുക. വലിയ സമൂഹത്തെയാണ് ഇതുപോലുള്ള ആളുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയും, ലോകത്ത് തന്നെ സലഫിയത്തുള്ള അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ആളുകൾ വളരെ കുറവാണ്. യഥാർത്ഥ മൻഹജ് പിൻപറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബികൾ മനസ്സിലാക്കിയ ദീന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാവർത്തികമാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പേരിലുള്ള വലിയൊരു സമൂഹത്തെ അവർ ശുഭത്തിലായിക്കൊണ്ട് പഠിപ്പിക്കാൻ ഇതുപോലുള്ള പണ്ഡിതന്മാരുണ്ട്. ശിർക്കും കുഫറും ബിദ്അത്തും അതുപോലുള്ള കാര്യങ്ങൾ മാസിയത്തിലായിക്കൊണ്ട് പഠിപ്പിക്കാൻ അല്ലാത്ത ആളുകളുമുണ്ട്. ശഹ്വത്തുകൾ, പാപങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ മുഴുകിക്കാൻ വേണ്ടി അല്ലാത്ത ആളുകളുമുണ്ട്. അങ്ങനെ മുഴുകിക്കിടക്കുന്ന വലിയൊരു സമൂഹം, ആ ഒരു കാലത്ത് ഇസ്ലാം പേര് മാത്രം, ഖുർആൻ എഴുത്തുകൾ മാത്രം. ഈ ഒരു കാലഘട്ടം ഇന്നല്ലാതെ പിന്നെ എന്നാണ്?
അന്ന് സഹാബിയുടെ വാക്കായി പരിഗണിച്ചാൽ പോലും യൂഷിക്കു ഇത്തി അലന്നാസി സമാൻ, ദാ ജനങ്ങൾക്ക് അടുത്ത് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ കാലം ഇന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങളാണത്. ഇന്ന് നമ്മൾ നമ്മുടെ നാടുകളിലാവട്ടെ, ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലാവട്ടെ കാണുന്ന കാര്യമാണിത്. അപ്പോ അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഏറ്റവും ഷെർ അറിഞ്ഞ ആളുകളാണ്. അവരെ കൊണ്ട് ധാരാളം ഫിത്നകൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരനായ ഒരാള് അയാൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. അയാൾ ചിന്തിച്ചാൽ പോലും അതിനെ തെറ്റിക്കാൻ വേണ്ടി അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ശിർക്കിലും കുഫറിലും ബിദഅത്തിലും ആയിക്കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പോ ഈ ഒരു ഹദീസ് അല്ലെങ്കിൽ ഈ ഒരു റിവായത്ത് ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇങ്ങനെയുള്ള ഉലമാക്കൾ ഏറ്റവും ഫിത്ന നിറഞ്ഞ ഷെർ നിറഞ്ഞ ആളുകളാണ്. അപ്പോ ഇൽമ എടുക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ ഉണ്ടാവുന്നത്. അപ്പോ ഇൽമ പഠിക്കുക എന്നുള്ളതും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടും നമ്മൾ സമയം ചെലവഴിക്കുന്ന ആളുകളായി തീരണം. അത് പരലോകത്തേക്ക് അത് നമുക്ക് മുതൽക്കൂട്ടാകുന്നത് പോലെ അതുപോലെ മറ്റൊരു കാര്യമില്ല. പറഞ്ഞില്ലേ, നബിമാരും ഈ ഇൽമു നേടുന്ന ദീനിന് വേണ്ടി, ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി ഇൽമു നേടുന്ന ആളും ഒരു ദറജയാണ് വ്യത്യാസമായിട്ടുള്ളത്. അതുകൊണ്ട് ഇൽമിന്റെ ഫضല് പറഞ്ഞു, ഇൽമു എടുക്കപ്പെടുന്ന കാര്യങ്ങളും പറഞ്ഞു. ഇനി അടുത്ത ബാബുകൾ ഈ ഇൽമിന്റെ വിഷയത്തിൽ അതിര് കവിയുന്ന ചില ആളുകളുണ്ട്. തുലാബുകൾക്കിടയിൽ സാധാരണ ഇന്ന് കണ്ടുവരുന്ന ധാരാളം ഫിത്നകളുണ്ട്. ഇൽമു നേടണം എന്ന് പറഞ്ഞു, ഇൽമിന്റെ നഷ്ടപ്പെടുന്ന പ്രാധാന്യം പറഞ്ഞു. ഇൽമു നേടുന്നവർക്കിടയിൽ കണ്ടുവരുന്ന ചില തശദ്ദുദുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ബാബുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ഈ കിതാബ് തീർക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.